കാർബോഹൈഡ്രേറ്റ്സ്, വൈറ്റമിൻസ് പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പ്രോട്ടീൻസും. പ്രത്യേകിച്ച് നമ്മുടെ മുടിയുടെയും അതുപോലെ മസിൽസിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് ഈ ഒരു പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മുടെ ഭക്ഷണത്തിൽ ചില പാളിച്ചകൾ കൊണ്ട് പലപ്പോഴും ഈ പ്രോട്ടീൻസ് ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിന് ലഭിക്കാറില്ല. ഇത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ വരെ ബാധിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ കുറയുമ്പോൾ ശരീരം നമുക്ക് ചില സൂചനകൾ തരാറുണ്ട്. മിക്കപ്പോഴും നമുക്കിത് തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല. എന്നാൽ ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണ്. ഇങ്ങനെ പ്രോട്ടീൻ കുറയുമ്പോൾ നമ്മുടെ ശരീരം നമുക്ക് തരുന്ന സൂചനകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ ദീപികാസ് ഹോമിയോ ക്ലിനിക്, മലപ്പുറം ജില്ല. നമ്മുടെ ഭക്ഷണത്തിലെ പയറുവർഗ്ഗങ്ങൾ, പരിപ്പ്, ഉഴുന്ന്, കടല പോലുള്ളവ, അതുപോലെ ഇറച്ചി, മീൻ, മുട്ട ഇവയിലൊക്കെ പ്രോട്ടീൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിലേറ്റവും കൂടുതലായിട്ട് വരുന്നത് കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ കൊഴുപ്പും തന്നെയാണ്. പ്രോട്ടീൻസ് പലപ്പോഴും ആവശ്യത്തിന് ശരീരത്തിന് കിട്ടാറില്ല. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ചാണ് അയാൾക്ക് എത്ര പ്രോട്ടീൻ വേണം എന്ന് തീരുമാനിക്കുന്നത്. ഇനി പ്രോട്ടീൻ കുറഞ്ഞാൽ എന്തെല്ലാം ലക്ഷണങ്ങളാണ് നമ്മുടെ ശരീരം കാണിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തേത് മധുരത്തിനോടുള്ള ആസക്തി. പലപ്പോഴും പലരും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, മധുരം കഴിക്കാൻ വല്ലാതെ ആർത്തി തോന്നുക. എന്നാലോ എത്ര കഴിച്ചാലും ഈ ഒരു കൊതി മാറുകയുമില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ കുറയുന്നതിനനുസരിച്ച് പഞ്ചസാരയുടെ അളവും കുറയും. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് മധുരമല്ല ആവശ്യം, പ്രോട്ടീൻ ആണെന്നുള്ളതാണ്. ഇനി രണ്ടാമത്തേത് മുടിക്കും സ്കിന്നിനും വരുന്ന മാറ്റങ്ങൾ. അതായത് മുടിക്കുള്ള ബലക്കുറവ്, മുടി പെട്ടെന്ന് പൊട്ടിപ്പോവുക, മുടിയുടെ അറ്റം രണ്ടായി പിളർന്നു വരിക, അതുപോലെ സ്കിന്ന് ഡ്രൈ ആയിട്ടിരിക്കും, നഖവും ഇതുപോലെ പൊട്ടിപ്പോകും, അതല്ലെങ്കിൽ നഖത്തിൽ വരകൾ കാണപ്പെടും, സ്കിന്ന് ഡ്രൈ ആകും, സ്കിന്നിൽ വേഗം ചുളിവുകൾ വരും. ഈ നഖത്തിനും മുടിക്കുമെല്ലാം ആവശ്യമുള്ള പ്രോട്ടീൻസ് ആണ് കെരാറ്റിൻ, ഇലാസ്റ്റിൻ, കൊളാജിൻ ഇവയെല്ലാം. അപ്പോൾ ഇതിൻ്റെ കുറവ് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇനി മൂന്നാമത്തേത് മസിൽസിൻ്റെ വീക്ക്നെസ്. നമുക്കറിയാം നമ്മുടെ മസിൽ ബൾക്ക്, മസിൽസിന് സ്ട്രെങ്ത് ഉണ്ടാവാൻ ഏറ്റവും വേണ്ടത് പ്രോട്ടീനാണ്. അതല്ലാതെ കാർബോഹൈഡ്രേറ്റോ ഫാറ്റോ കിട്ടിയത് കൊണ്ട് നമുക്ക് മസിൽ ബൾക്ക് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഈ ഒരു പ്രോട്ടീൻസിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ മസിൽ ബൾക്ക് വല്ലാതെ കുറയും. മസിൽസിന് ആ ഒരു തിക്നെസ് ഇല്ലാതെ മസിൽസ് ഇങ്ങനെ തൂങ്ങിയിരിക്കും. അതുപോലെ തന്നെ ചിലർക്ക് ഇതോടൊപ്പം തന്നെ മസിൽ പെയിനും ഉണ്ടാകാം. ഇനി നാലാമത്തേത് ജോയിൻറ്റ് പെയിൻസ്. അതായത് നമ്മുടെ ജോയിൻസിനിടയിലുള്ള സൈനോവിയൽ ഫ്ലൂയിഡ്, ഇത് പ്രോട്ടീൻസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ പ്രോട്ടീൻസിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ സൈനോവിയൽ ഫ്ലൂയിഡ് കുറയും. അങ്ങനെ നമുക്ക് ജോയിൻറ്റ് പെയിൻസും, ജോയിൻസിന് പെട്ടെന്ന് തേയ്മാനം വരിക, ജോയിൻസിന് പെട്ടെന്ന് ഇഞ്ചുറീസ് വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇനി അഞ്ചാമത്തേത് വിശപ്പ് വല്ലാതെ കൂടും. അതായത് എത്ര കഴിച്ചാലും വയറ് നിറഞ്ഞിട്ടില്ലെന്നൊരു തോന്നൽ, പിന്നെയും പിന്നെയും ഭക്ഷണം കഴിക്കാൻ തോന്നും. ഇങ്ങനെ നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചാലും സാറ്റിസ്ഫൈഡ് ആകുകയില്ല, വയറ് നിറഞ്ഞ ഫീല് കിട്ടില്ല. ആറാമത്തേത് ഉറക്കക്കുറവ്. അതുപോലെ തന്നെ ചിലർ ഉറക്കത്തിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഉണരും. ഇങ്ങനെ ഒരു റിഫ്രഷിംഗ് അല്ലാത്ത സ്ലീപ്പായിരിക്കും കിട്ടുന്നത്. ഇതും പ്രോട്ടീൻ ഡെഫിഷ്യൻസി കാരണം വരാവുന്ന ഒരു സിംറ്റമാണ്. ഇനി ഏഴാമത്തേത് കൈകളിലും കാലുകളിലും ഒക്കെ നീര് വെച്ചുകൊണ്ടിരിക്കും. ഇനി എട്ടാമത്തേത് ഇപ്പോൾ മിക്ക ആളുകളിലും കണ്ടുവരുന്ന പ്രശ്നമാണ് ഫാറ്റി ലിവർ. അപ്പോൾ ഈ ഫാറ്റി ലിവർ ഉള്ള മിക്ക ആളുകൾക്കും പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഒമ്പതാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്ത്രീകളിൽ ആർത്തവം വൈകാറുണ്ട്. പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരുമ്പോൾ ഇത് ഹോർമോൺസിനെയൊക്കെ അബ്നോർമൽ ആക്കാം. അപ്പോൾ ഈ ഒരു ഹോർമോൺ വ്യതിയാനം കാരണം മെൻസസ് വൈകാം. ഇനി പത്താമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ മാനസിക നിലയെ ബാധിക്കുന്നതാണ്. അതായത് അനാവശ്യമായിട്ടുള്ള ദേഷ്യം, അതല്ലെങ്കിൽ സങ്കടം, ഇങ്ങനെയുള്ള മൂഡ് സ്വിങ്സും വരാം. അപ്പോൾ പ്രോട്ടീൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ശരീരത്തിനെ മാത്രമല്ല നമ്മുടെ മാനസിക നിലയെ കൂടി ബാധിക്കുന്ന ഒന്നാണ്. എന്നിരുന്നാൽ കൂടി പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഏറ്റവും ആദ്യം ബാധിക്കുന്നത് നമ്മുടെ മസിൽസിനെയും അതുപോലെ തന്നെ മുടി, നഖം ഇവയൊക്കെയാണ്. ഈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി പരിഹരിക്കാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്, എത്രത്തോളം കഴിക്കണം, ഇതൊക്കെ വിശദമായിട്ട് അടുത്തൊരു വീഡിയോയിൽ പറയാം. എന്നാൽ കൂടി പ്രോട്ടീൻ പൗഡേഴ്സ് നമുക്ക് ഒരുപാട് ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇത് വാങ്ങിക്കഴിക്കുന്നത് അത്ര സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വിശദമായിട്ട് അറിയാം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ കുറവാണെങ്കിൽ ശരീരം തരുന്ന സൂചനകളെ പറ്റി പറഞ്ഞു. ഇത് എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക. ഇതിലെന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണിച്ച് നിങ്ങൾക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്